ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോൺ ഉന്നിനെ കൊല്ലാൻ അമേരിക്ക കെണിവെച്ചു. കിം ജോൺ ഉൻ കെണി പൊട്ടിച്ച് പുറത്ത് ചാടി. വിശ്രമിക്കേണ്ടതിന് പകരം 15,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ നിർമ്മിച്ചുകൊണ്ട് അമേരിക്കയെ വെല്ലുവിളിക്കുകയും വേണ്ടി വന്നാൽ ആണവായുധം ആ രാജ്യത്ത് തങ്ങളുടെ രാജ്യത്തിൽ നിന്ന് തന്നെ പരീക്ഷിക്കുകയും ചെയ്യും എന്നൊരു ഭീഷണിക്കുറിപ്പ് നൽകി. വിഷയം പുറത്തുവിടുന്നത് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് ആണ്. സംഭവം നടക്കുന്നത് 2019 അതിൻ്റെ ശേഷം ഉണ്ടായിരിക്കുന്ന അമേരിക്കയുടെയും കൊറിയയുടെയും പ്രശ്നങ്ങളും ഏറ്റുമുട്ടലുകളും പല രീതിയിലുള്ള സംഭവങ്ങളും എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ നടന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു രത്ന ചുരുക്കം കൂടി യഥാർത്ഥത്തിൽ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് പ്രകടമാണ്. എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കാൻ, എന്തുകൊണ്ടാണ് അങ്ങനെ കിം ജോൺ ഉന്നിനെ ലക്ഷ്യമാക്കുന്നത് അമേരിക്ക? ഈ രണ്ട് കാര്യത്തിനും വളരെ പ്രാധാന്യത്തോടു കൂടിയും കൃത്യതയോടുകൂടിയുമുള്ള മറുപടികളും ഉത്തരങ്ങളും ആ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയിലേക്കാണ് ഈ വിഷയം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 2019 ഇന്നത്തെ അതേ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അന്നും ഭരിച്ചിരുന്നത് എന്നതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ബന്ധങ്ങൾ ഇവർ തമ്മിൽ ഇങ്ങനെ ഭീഷണി സ്വരത്തിൻ്റെയൊക്കെ ബന്ധങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് തിരിച്ചടി കിം ജോൺ ഉന്നിന് നൽകിയിരുന്നു. അതിൻ്റെ തുടർച്ച ഇപ്പോഴും പ്രതലത്തിൽ നിലനിൽക്കുന്നു എന്നാണ്, ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. എന്താണ് സംഭവം നടന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചുരുക്കിയിട്ട് ഒന്ന് വിശദീകരിക്കുക. കിം ജോൺ ഉന്നിനെ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ ചാര ഉപഗ്രഹം അവരുടെ കടലതിർത്തിയുടെ ഭാഗത്ത് വിക്ഷേപിക്കാനുള്ള ശ്രമം അമേരിക്ക നടത്തുന്നു. 2019 ഫെബ്രുവരി മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ബിൻ ലാദനെ വധിച്ച ടീമിനെയാണ് ഈ ദൗത്യം ട്രംപ് ഏൽപ്പിക്കുന്നത്. -4 തണുപ്പിൽ -4 പോലും ജീവിക്കാനും സൈനികമായിരിക്കുന്ന പ്രാക്ടിക്കൽ നൽകാനും പാകത്തിലുള്ള സംവിധാനത്തോടു കൂടിയാണ് ഈ സൈനിക മേഖല അല്ലെങ്കിൽ സൈനികവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പ്രവർത്തിച്ചിരുന്നത് എന്നാണ്. ഉത്തര കൊറിയയും ഇറാനും ചൈനയും റഷ്യയും ഇവർക്കിടയിൽ ചാര നിരീക്ഷണം പല ഘട്ടങ്ങളിൽ നടത്തുകയും പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവർ റൂട്ട് മാറ്റി ഒരേ രാജ്യത്തിൻ്റെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നിടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിൻ്റെ ആശയവിനിമയം ശേഖരിക്കാൻ ഒരു സ്പൈ ചിപ്പ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ തന്നെ ഇവരുടെ ശ്രമത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങുന്നത്. എന്നാൽ നടത്തിപ്പിൽ വലിയ പൊരുത്തക്കേടുകൾ സംഭവിച്ചു എന്നും മേഖലയിൽ മത്സ്യക്കപ്പലുകൾ അപ്രതീക്ഷിതമായി, മത്സ്യക്കപ്പലെന്നും മത്സ്യ ബോട്ട് എന്നും പറയുന്നു, അപ്രതീക്ഷിതമായി കടന്നു വന്നു. ഇതോടുകൂടി അമേരിക്കയുടെ ഈ സ്പൈ ടീമിൻ്റെ ലക്ഷ്യം പാളുന്നു. ഈ വിവരം അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, സൈന്യം വെടിവെക്കുന്നു. അതായത് US സൈന്യം വെടിവെക്കുന്നു. 3 പേർ കൊല്ലപ്പെടുന്നു. അതായത് കൊറിയയുടെ 3 മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെടുന്നു. മരിച്ച വിഭാഗത്തിലെ മരിച്ച ഇവരെ ഈ കടലിൻ്റെ താഴ്ചയിലേക്ക് അവർ താഴ്ത്തുന്നു എന്ന് വെച്ചാൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഭാവിയിൽ ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് കൊറിയക്ക് സാധിക്കാത്ത വിധം മരണപ്പെട്ടവരുടെ മൃതദേഹം ഉയർന്നു വരാത്ത വിധം കടലിലേക്ക് കെട്ടിത്താഴ്ത്തി എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അതിന് ശേഷമാണ് പിന്നീട് കഥകൾ ആരംഭിക്കുന്നത്. സംഭവം നടക്കുക 2019 ഫെബ്രുവരി മാസത്തിലാണ്. സീൽ ടീം 6 എന്ന റെഡ് സ്ക്വാഡ്രൺ ടീമാണ് ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് മേൽനോട്ടം വഹിച്ചത്. ഉത്തര കൊറിയൻ തീരത്തിന് സമീപമുള്ള സമുദ്ര മേഖലയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. സ്പൈ ഉപകരണം കടലിനടിയിൽ സ്ഥാപിച്ചുകൊണ്ട് കിം ജോൺ ഉന്നിനെ അപകടത്തിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പറയപ്പെട്ട സ്പൈ ടീമിൻ്റെ ലക്ഷ്യം. സ്ഥലം എന്ന് പറയുന്നത് അമേരിക്കൻ സംഘം ആണവ സബ് മെറീൻ വഴി കൊറിയൻ കടലിലേക്ക് എത്തുന്നു. അതായത് മറ്റുള്ള ആളുകൾ നിരീക്ഷിക്കുന്ന സമയത്ത് കൂടുതലും അവർ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര പാതയാണ്. അന്താരാഷ്ട്ര പാതയിൽ നിന്ന് കൊറിയയുടെ മേഖല എത്തുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഈ മേഖല അവർ ലക്ഷ്യം കാണുന്ന മേഖലയിലേക്ക് പൊടുന്നനെ അവരെത്താനുള്ള സംവിധാനം ഒരുക്കുന്നു. പാതിരാത്രിയാണ് സമയം പറയുന്നത്. 2 മണിയുടെയും 5 മണിയുടെയും ഇടയിൽ ഒന്നിൽ കാണാൻ വേണ്ടി പറ്റുന്നു. മറ്റൊന്നിൽ കാണാൻ പറ്റുന്നത് 12:30 4:30 ഇടയിൽ എന്നുള്ളതാണ്. റബ്ബർ ബോട്ട് ഉപയോഗിച്ചാണ് ഉത്തര കൊറിയൻ തീരത്ത് ഈ സ്പൈ ടീം എത്തുന്നത്.
ഇത് കൊറിയ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് വളരെ പ്രത്യേകമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനുള്ള വിശദീകരണം കുറിപ്പിൽ ഇങ്ങനെ കാണുന്നു. ഈ സമയത്ത് ഒരു മത്സ്യത്തൊഴിലാളിയുടെ ബോട്ട് ഈ മേഖലയിലേക്ക് അപ്രത്യക്ഷമായിട്ട് വരുന്നു. പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വരുന്നത്. ആ സമയത്തൊന്നും കുറേ സംഭവങ്ങൾ അറിയുന്നില്ല. ഈ അമേരിക്കയുടെ സ്പൈ ടീം ഇത് ശത്രുക്കളാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വെടിവെക്കുന്നു. ഈ ബോട്ടിലുള്ള 3 കൊറിയൻ മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ടതോട് കൂടിയിട്ട് പിന്നീട് എന്തുണ്ടാവുന്നു? പിന്നീട് അവിടെ ഒരു ബഹള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറെക്കുറെ ശാന്തമായി. പിന്നീട് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ബോട്ടും ആളുകളെയും കാണുന്നില്ല എന്ന് കൊറിയൻ സർക്കാരിന് പരാതി ലഭിക്കുന്നു. പരാതി ലഭിച്ചതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം ആരംഭിക്കുന്നു. അമേരിക്കയുടെ സ്പൈ ടീം ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഏത് തരത്തിലാണ് രക്ഷപ്പെട്ടത് എന്നതിനെക്കുറിച്ച് വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഹെഡിങ് ഇങ്ങനെയാണ്: അമേരിക്ക നമ്മുടെ ജനങ്ങളെ കൊന്നൊടുക്കി എന്ന തലക്കെട്ടോട് കൂടിയാണ് വിഷയം പുറത്തു വരുന്നത്. അപ്പോൾ ഈ പല ഘട്ടങ്ങളിലും ഈ കൊറിയയുമായിട്ട് അമേരിക്കയുടെ ബന്ധത്തെക്കുറിച്ചും കൊറിയയുമായിട്ട് അമേരിക്കയുടെ ശത്രുതയെക്കുറിച്ച് പല രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ പല രാഷ്ട്രീയ നിരീക്ഷകർക്കും ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ല. കാരണം അവർ തമ്മിൽ എവിടെയാണ് പ്രശ്നങ്ങൾ? തെക്ക് വടക്കൻ കൊറിയ അവർ തമ്മിൽ വേർപിരിഞ്ഞതിന് ശേഷം അവർ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു കൊറിയ എന്ന് പറയുന്ന റഷ്യയോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന അതാണ് ഈ പറയപ്പെട്ട ഉത്തര കൊറിയ. ദക്ഷിണ കൊറിയ എന്ന് പറഞ്ഞാൽ അമേരിക്കയോടൊപ്പമാണ്. അപ്പോൾ ദക്ഷിണ കൊറിയ എന്ത് ചെയ്യാറുണ്ട്? അമേരിക്കയോട് സഹായം തേടാറുണ്ട് ഉത്തര കൊറിയക്കെതിരെ എന്തെങ്കിലും നീക്കുപോക്കൽ നടത്താൻ. ഉത്തര കൊറിയ റഷ്യയുമായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാറുണ്ട്. ഇങ്ങനെയാണ് റൂട്ട് പോകുന്നത്. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്ക സഹായിക്കുന്നു എന്നുള്ളത് കൃത്യമാണ്. എന്നാൽ കൃത്യമായിരിക്കുന്ന ശത്രുതാ പക്ഷത്ത് അമേരിക്കയും കൊറിയയും തമ്മിൽ, ഈ പറയപ്പെട്ട കൊറിയയും തമ്മിൽ എങ്ങനെ എത്തുന്നു എന്നത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതിൻ്റെ കാര്യം, അമേരിക്കക്കെതിരെ ശക്തമായ രീതിയിലും വ്യക്തമായ രീതിയിലും നിലപാട് പറയുന്ന ഒരു രാഷ്ട്ര ഭരണാധികാരിയെയും ആ സ്ഥലത്ത് ഇരുത്തില്ല എന്നുള്ളത് അമേരിക്കയുടെ നിലപാടാണ്. അത് അമേരിക്കയുടെ പ്രസിഡന്റുമാർ ഏത് തരത്തിൽ ഏത് കോലത്തിൽ മാറി വന്നാലും നിലപാടിന് മാറ്റങ്ങളൊന്നുമില്ല. എതിർക്കപ്പെട്ട രാഷ്ട്ര ഭരണാധികാരികളെ ഇല്ലാതാക്കി അത് ഏത് മാർഗവും അവർ ഉപയോഗിക്കും. ലക്ഷ്യം നേടാൻ വേണ്ടി ഏറ്റവും പ്രാകൃതമായിരിക്കുന്ന മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും യൂറോപ്യന്മാരും അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളും ചെയ്യുന്നതാണ്. ഇസ്രായേൽ ഇപ്പോൾ ചെയ്തു വരുന്ന അങ്ങനത്തെ ഉണ്ട്. ലക്ഷ്യമാണ് അവരുടെ പ്രാധാന്യം, അല്ലാതെ മാർഗമല്ല. അവരുപയോഗിക്കുന്ന ഏത് മാർഗവും അതിക്രൂരവും കഠിനവും പ്രയാസകരവുമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പം ഗസയിലുള്ളത്. നമുക്കറിയാം എന്താ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ലക്ഷ്യം നേടാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനുപയോഗിക്കുന്ന മാർഗം ഏത് മോശപ്പെട്ട മാർഗം അവർ ഉപയോഗിക്കും. അപ്പോൾ ഈ തരത്തിലാണ് ഈ വളരെ ശക്തമായ രീതിയിൽ കൊറിയയുടെ പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നമാണ്, അതിൽ അമേരിക്ക ഇടപെടരുത് എന്ന് ഉത്തര കൊറിയ പല ഘട്ടങ്ങളിലും ദക്ഷിണ കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയോട് പറഞ്ഞാണ്. പക്ഷേ അമേരിക്ക എന്ത് ചെയ്യും? ദക്ഷിണ കൊറിയക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിലപാടുകൾ എടുക്കും. അത് ഉത്തര കൊറിയയെ പ്രകോപിപ്പിക്കും. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അമേരിക്കയുടെ പ്രസിഡന്റിനെ തന്നെ വെല്ലുവിളിക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. വേണ്ടി വന്നാൽ അമേരിക്കയിൽ ആണവ സ്ഫോടനം നടത്തും എന്ന് പോലും യഥാർത്ഥത്തിൽ ഉത്തര കൊറിയ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. 15,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ അവർ നിർമ്മിക്കുകയും ഏകദേശം 13,500 കിലോമീറ്റർ എത്തുന്ന സമയത്ത് ഈ പറയപ്പെട്ട ഉത്തര കൊറിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് കണക്കൂട്ടുന്നത്. അത് ആണവായുധ പോർമുനകൾ വഹിക്കാൻ പാകത്തിലുള്ള നിർമ്മിതികളാണ് തങ്ങൾ നടത്തിയത്. ആവശ്യമെങ്കിൽ അമേരിക്കയിൽ തങ്ങൾ ആണവ സ്ഫോടനം നടത്തുമെന്ന് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രകോപിതരായിരിക്കുന്ന അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്പൈ സംവിധാനങ്ങൾ, ഒറ്റുകാര സംവിധാനങ്ങൾ എടുക്കുന്നത്. അതിനവർ പറയുന്ന കാര്യം, പരമാവധി ഇവരുടെ രഹസ്യ കാര്യങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി സാധിച്ചാൽ പിന്നീട് വധിക്കുക എന്നുള്ളത് എളുപ്പമാണ്. അതെങ്ങനെ സാധിച്ചിട്ടുണ്ട്? ബിൻ ലാദനെ വധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഉപയോഗിച്ച തന്ത്രങ്ങൾ അതാണ്. ആദ്യം തന്നെ അവർ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അവർക്ക് സംശയമുള്ള രാജ്യങ്ങളെ നിരത്തിക്കൊണ്ട് ഒരു പഠനം നടത്തുകയും ഏറെക്കുറെ പാകിസ്ഥാനിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. അപ്പോൾ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ സൗഹൃദ ബന്ധം ഉള്ള രാജ്യമാണ്, നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്, വലിയ ബന്ധങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ആ രാജ്യമായിട്ട് ഉടക്കാൻ അമേരിക്കക്ക് താല്പര്യമില്ല എന്നതിനാൽ അത് യൂനിസെഫിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആരോഗ്യ പരിശോധന ദേശീയ അടിസ്ഥാനത്തിൽ നടത്തി. രാജ്യത്ത് മുഴുവനും ആരോഗ്യ പരിശോധന. ഈ ആരോഗ്യ പരിശോധനയായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് വരാത്തവരുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നീണ്ട രീതിയിലുള്ള ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അബാട്ടാബാദ് എന്ന് പറയുന്ന സമയത്ത്
പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനമുള്ള സ്ഥലത്തിൻ്റെ 2 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് മാത്രം ആൾ വന്നിട്ടില്ല എന്നുള്ളതും, ഒരു വീട്ടിൽ ഇലക്ട്രോണിക് സംബന്ധമായിരിക്കുന്ന ഡിവൈസുകളൊന്നും ഇല്ല എന്നുള്ളതും, ആ ഭാഗത്തേക്ക് കുട്ടികൾ പന്ത് കളിക്കുന്ന സമയത്ത്, ഈ ക്രിക്കറ്റോ കളിക്കുന്ന സമയത്ത് ബോൾ തെറിച്ചു പോയാൽ ആ ബോൾ തിരിച്ചു കൊടുക്കാറില്ല, അതിന് പകരം പണമാണ് കൊടുക്കാറുള്ളത് എന്നുള്ള സാധാരണക്കാരൻ ജീവിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന സമീപനങ്ങളും നിലപാടുമുള്ള ഒരു വീട് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് ഈ തന്ത്രം ഉപയോഗിച്ചിട്ടാണ്. ഇതേ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു മാർഗത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ കിം ജോങ് ഉന്നിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം അമേരിക്ക നടത്തി. പക്ഷെ അത് പാളിപ്പോയി എന്ന് മാത്രമല്ല, അത് കൃത്യമായ രീതിയിൽ കണ്ടെത്താൻ വേണ്ടി കുറേയൊക്കെ സാധിച്ചു. ലോകാടിസ്ഥാനത്തിൽ അവരത് കൃത്യമായ രീതിയിൽ പറഞ്ഞു. അത് പറഞ്ഞതൊക്കെ എല്ലാം അമേരിക്ക നിഷേധിച്ചു. എന്നാൽ ഒടുവിൽ അവരുടെ രാജ്യത്തെ പത്രം തന്നെ കൃത്യമായ രീതിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി മുൻപ് കുറേ പറഞ്ഞു വെച്ച കാര്യങ്ങൾ കൃത്യമാണ് എന്ന് ലോകം ഇപ്പോൾ അടിവര ഇടുകയാണ്.